അപ്പോൾ ഗായ്സ് അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ വെച്ചാൽ നമുക്ക് പുരുഷന്മാർ സ്ത്രീകളോട് കാട്ടുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു സ്വഭാവ രീതി. പടച്ച റബ്ബേ, നമുക്കങ്ങോട്ട് ഇളക്കം വരും. അതേതായിരിക്കും? നിങ്ങൾ പറ, എന്നോട് പറ, എനിക്കറിയാം എന്തായിരിക്കും. പൊളിച്ച തെറി. എൻ്റെ പടച്ചോനെ, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് മുമ്പിലൊക്കെ എന്ത് കാര്യങ്ങളും ഭർത്താവിന് നല്ല രീതിയിൽ ചെയ്തു കൊടുത്തിട്ട് അവസാനം ഉണ്ട് മക്കളെ ഒരു തെറി വിളിക്കാൻ. ചെറിയ വളരെ നിസ്സാര കാര്യത്തിനായിരിക്കും. ചിലപ്പം വീട്ടിലെ പാരൻറ്റിനെ ചേർത്ത് വിളിക്കും, ചിലപ്പം നമ്മളെ തന്നെ വിളിക്കും, ചിലപ്പം മക്കളത് കേൾക്കുന്നുണ്ടാകും. ഒന്നും നോക്കാണ്ട് അത്രയും വൃത്തികെട്ട കൾച്ചർലെസ് എന്ന് പറയാം അല്ലേ? ആ ഒരു സ്വഭാവ രീതി കാട്ടുമ്പോൾ നമുക്ക് എന്താ ഗൈസ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് എറിയാനാണ് ഗൈസ് എൻ്റെ ഒരു രീതിക്കുള്ള ദേഷ്യത്തിൽ വരുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ എറിഞ്ഞിട്ടില്ല എന്നെ വിളിച്ച ആളാ. പക്ഷെ ഞാൻ ഒരു ദിവസം എറിയും, അതുറപ്പ്. കാരണം നമുക്ക് നമ്മളെ എന്താ പറയുക, നമ്മളിങ്ങനെ വിളിക്കുമ്പോൾ നമ്മൾ നിന്ന് കൊടുത്താൽ അതങ്ങോട്ട് താളായിപ്പോവും. അത് പിന്നെ എപ്പോഴും അതന്നെ രീതി ഉണ്ടാകും. അപ്പോൾ ഒരു ദിവസം വേദനിക്കുന്ന വിധം ഞാൻ എറിയുമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ അങ്ങോട്ട് വിളിയൊന്നും വന്നിട്ടില്ല. വിളി എന്നാൽ മീൻസ് കണ്ണെത്താ ദൂരത്ത് നിന്ന് വിളിക്കുന്നതും എത്താണ്ട് മീൻസ് ഫേസ് ടു ഫേസ് വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം വരും. നമ്മൾ എന്തെങ്കിലും തെറി അതുപോലെ വിളിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ചില സമയം മീൻസ് പാരൻസിനെല്ലാം ചേർത്ത് വിളിക്കുമ്പം ഗൈസ് നമുക്ക് ആർക്കാലും നമുക്ക് ദേഷ്യം വരും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളെ മുന്നിൽ തോൽവി വരും എന്ന് ഉറപ്പ് വരുന്നിടയ്ക്കാണ് നിങ്ങൾ തെറി വിളിക്കുക. നിങ്ങളെടുക്ക തെറ്റാണെന്ന് ആ തെറ്റ് ചിലപ്പം വൈഫ് ചൂണ്ടിക്കാട്ടുമ്പോഴാണ് നിങ്ങൾ തെറി വിളിക്കുക. ശരിക്കും അത് ഏറ്റവും നല്ലൊരു രീതിയാണ്. നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള വഴിയായിട്ട് നിങ്ങൾ കാണുന്നത് നിങ്ങളെ തെറ്റ്. അതിൻ്റെ കൂടെ അപ്പുറത്തുനിന്ന് നമ്മൾ വൈഫ്, ഏത് വൈഫായാലും അത് വേദനയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ തെറി കാരണം അപ്പുറത്തുനിന്ന് നിങ്ങളുടെ വൈഫ് വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കില്ല. നിങ്ങൾക്ക് തെറി പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആ ഒരു സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടണം, അതാണ് നിങ്ങളുടെ ലക്ഷ്യം. പക്ഷെ മക്കളെ, നിങ്ങൾ വളരെ മാന്യമായി നല്ല രീതിയിൽ സാവകാശം എല്ലാ കാര്യങ്ങളും അപ്പുറം ഇപ്പുറം സംസാരിച്ചിട്ട് ആര് തോൽക്കുന്നോ ആര് ജയിക്കുന്നതല്ല, ന്യായമാണ്. ശരിയായത് ആരിലാണ് അത് അവിടെ തന്നെ നിങ്ങൾ ശരിയായിട്ട് തന്നെ കാണണം. തെറ്റ് എവിടെയാണ് അവിടെ തെറ്റെന്ന് തന്നെ കാണണം. അല്ലാണ്ട് കുറേ തെറ്റ് ചെയ്തിട്ട് അവസാനം അതിൽ നിന്ന് ആ തെറ്റ് നിങ്ങൾ തന്നെ വിജയിക്കണം എന്നുള്ള രീതിക്ക് അത് പോയി പോണെങ്കിൽ തെറി വിളിച്ചാലേ അത് ശരിയാവുള്ളൂ എന്ന് അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ വരുന്ന ആളോട് പ്രത്യേകം പറയാം, നിങ്ങൾ തെറി വിളിച്ചാൽ അത് നിങ്ങൾക്ക് എല്ലാ ദിവസവും തെറി വിളിക്കാൻ ഒരു പെണ്ണ് നിന്ന് തരൂല ഗായ്സ്. നിങ്ങൾ ആരും നിന്ന് കൊടുക്കരുത്. അപ്പം ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒന്ന് എറിയാനാണ് കാത്തു നിന്നിട്ടുള്ളത്, പക്ഷെ എനിക്ക് ചാൻസ് കിട്ടായിട്ടാണ് ഗൈസ്. അതുപോലെ അല്ലെങ്കിലും എന്തെങ്കിലും നമ്മൾ ചെയ്തു പോകും. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ വളരെ നിസ്സാരമായിട്ട് തീർക്കേണ്ട കാര്യത്തിന് തെറി വിളിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ആരും വരണ്ട. അതായിരിക്കാം നല്ലത്. അപ്പം നല്ലത് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ പഠിക്കുക. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ എൻ്റെ വീഡിയോസ് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.